പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു 12 വോൾട്ടിൻ്റെ ഒരു DC കൺവെർട്ടറാണ്. അപ്പോൾ നമുക്കിതൊരു ചെറിയൊരു ഇൻവെർട്ടറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 12 വോൾട്ട് DC ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 220 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു കൺവെർട്ടറാണിത്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 550 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 150 വാട്ട്സാണ് നമുക്കിതിൽ ലോഡ് ചെയ്യാൻ പറ്റുന്നത്. 150 വാട്ട്സ് പറയുകയാണെങ്കിലും നമുക്ക് 150 വാട്ട്സ് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റില്ല. ഏകദേശം ഒരു 75 വാട്ട്സൊക്കെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മളെ LED ബൾബ്, വാട്ട്സ് കുറഞ്ഞ TV, അങ്ങനെ ലാപ്ടോപ്പ്, അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. നമുക്കിത് കൂടുതലായിട്ടും ഉപകാരപ്പെടുന്നത് നമുക്ക് തട്ടുകടയ്ക്ക്, പിന്നെ നമുക്ക് വഴിയോരങ്ങളിലൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് വളരെയധികം ഗുണം ചെയ്യും. കാരണം ഇതിൽ വലിയ വയറിങ്ങും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു റെഡും ബ്ലാക്കും വയർ കാണും. ഇത് പോസിറ്റീവ്, ഈ റെഡ് വയർ പോസിറ്റീവും ബ്ലാക്ക് വയർ നെഗറ്റീവുമാണ്. അപ്പോൾ ഇത് നമ്മൾ ബാറ്ററിയിൽ ഡയറക്റ്റായിട്ട് നമുക്ക് കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് കൂടാതെ നമുക്ക് ഇവിടെ നമുക്കൊരു പ്ലഗ് ടോപ്പ് കാണാം. ഈ ഒരു പ്ലഗ് വഴിയാണ് നമുക്ക് 220 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ 2 പ്ലഗ് ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് നമ്മൾ ഈ ഒരു 2 പ്ലഗിലും നമുക്ക് 220 വോൾട്ട് ഔട്ട് കിട്ടും. അപ്പോൾ വളരെ നിസ്സാരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 550 രൂപയ്ക്കകത്താണ്. അപ്പം ഇതിൽ 2 ഇൻഡിക്കേറ്ററും കൂടിയുണ്ട്. ഈ ഒരു സ്വിച്ച് വരുന്നത് നമ്മൾ ഈ ഒരു കൺവെർട്ടർ ഓണും ഓഫും ആക്കാനുള്ളതാണ്. ഇതൊരു പുഷ് സ്വിച്ചാണ്. പിന്നെ ഇവിടെ 2 LED ഇൻഡിക്കേറ്ററും കാണാം. അപ്പം ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ കൺവെർട്ടർ ബോർഡ് ഓണായി എന്ന് മനസ്സിലാക്കുന്നതിനായിട്ടാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ വെച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ ഓവർലോഡ് ആകുമ്പോഴത്തേക്കും ഈ ഒരു ഇൻഡിക്കേറ്റർ തെളിയും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് കണക്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററി കാറിലൊക്കെ വരുന്ന 12 വോൾട്ട് 35 ആമ്പിയറിൻ്റെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ കൊടുക്കാം. നമ്മൾ UPSൻ്റെ ബാറ്ററിയിൽ കൊടുക്കാം. അപ്പം ഏത് ബാറ്ററിയിൽ വേണമെങ്കിലും നമുക്കിതിൽ കണക്ട് ചെയ്യാൻ പറ്റും. 12 വോൾട്ട് ഏത് ബാറ്ററിയിൽ വേണമെങ്കിലും നമുക്കിത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് കൊടുക്കുന്നത് ഈ ഒരു ബാറ്ററി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 35 ആമ്പിയർ 12 വോൾട്ട് വരുന്ന ഒരു ലിഥിയം അയൺ ബാറ്ററി പാക്കാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന്. നമ്മൾ പഴയ ബാറ്ററി ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ബാറ്ററി ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഞാനൊരു BMS ബോർഡും കൂടി വെച്ചിട്ടുണ്ട്. BMS ബോർഡ് നമ്മൾ 12.6ൻ്റെ BMS ബോർഡ് വയ്ക്കണം. 12.6ൻ്റെ BMS ബോർഡ് വയ്ക്കുമ്പോഴത്തേക്കും നമുക്കിതിൽ ഔട്ട്പുട്ട് 12 വോൾട്ട് കിട്ടും. അപ്പോൾ ഞാനത് പറഞ്ഞത് നമ്മളെ മുന്നിലത്തെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾ കമൻറ്റ് ചോദിച്ചതാണ്. 11.1 വോൾട്ടല്ലേ നമുക്ക് ഈ ബാറ്ററിയിൽ നിന്ന് കിട്ടൂ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാറ്ററി വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ 3.7 ആണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലിഥിയം അയൺ ബാറ്ററി. പക്ഷേ ചാർജ് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം 3.7 കൂടുതൽ ചാർജ് കയറും. അപ്പം ബാറ്ററി കംപ്ലൈൻ്റ് ആയതുകൊണ്ടൊന്നുമല്ല, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ചാർജ് നമ്മൾ ഏത് ബാറ്ററി ആയിരുന്നാലും നമ്മൾ 3.7ൻ്റെ 3 ബാറ്ററി പാരലായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും 11.1 വോൾട്ടാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഏകദേശം ഒരു 12 വോൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 12.6ൻ്റെ BMS ബോർഡ് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. മൾട്ടിമീറ്റർ നമ്മുടെ DC വോൾട്ടർ ഏകദേശം 12 വോൾട്ടിനകത്ത് നമുക്കിത് കിട്ടും. ഈ ഒരു ബാറ്ററി ബാഗിൽ കിട്ടും. അപ്പോൾ അത്ര പെട്ടെന്നൊന്നും നമുക്കിത് കട്ട് ഓഫ് ആവില്ല. കാരണം 35 ആമ്പിയറുണ്ട്. അപ്പം പിന്നെ നമുക്ക് നേരിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററി ബാക്ക് നമുക്ക് ഈ ഒരു കൺവെർട്ടർ ബോർഡിൽ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അതിനെക്കാട്ടും നല്ലത് നമുക്ക് ഇതുപോലൊരു ഇതുപോലൊരു ചാർജ് കൺട്രോളർ വഴി ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നമ്മൾ നേരിട്ട് ഈ ഒരു കൺവെർട്ടർ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മളെ ബാറ്ററി ഫുള്ളും ഡിസ്ചാർജ് ചെയ്യും. കാര്യം 10.5 കൂടുതൽ ഡിസ്ചാർജ് ചെയ്യും. ഏകദേശം 8-9 വോൾട്ട് വരെ നമുക്ക് ഈ ഒരു ഇൻവെർട്ടർ വർക്കാവും. അപ്പം ബാറ്ററിയുടെ ചാർജ് കയറാൻ തിരിച്ച് നമ്മൾ റീകണക്ട് ചെയ്യുമ്പോഴത്തേക്കും ബാറ്ററിയുടെ ചാർജ് കയറാൻ പാടായിരിക്കും. അപ്പം നമുക്ക് ഇതുപോലൊരു ചാർജ് കൺട്രോളർ ഉപയോഗിച്ചാണ് നമ്മളിതിൽ കൊടുക്കുന്നതെങ്കിൽ 10.5 ആകുമ്പം നമ്മൾ ഈ ചാർജ് കൺട്രോളർ കട്ട് ഓഫ് ആവും. അപ്പം ബാറ്ററി റീകണക്ട് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ചാർജ് ആവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കൊടുത്ത് കാണിച്ചു തരാം.
അപ്പോൾ ഇതിപ്പം നമ്മൾ നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ വലിയ പാടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കൺവെർട്ടർ ബോർഡിൻ്റെ നമ്മൾ ടച്ച് ആവാതെ നല്ല രീതിയിൽ കൊടുക്കണം. കൺവെർട്ടർ ബോർഡ് ഓൺ ആയിട്ടുണ്ട്. ബാറ്ററിയിൽ ഡയറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാലും വർക്കാവും. പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെയാണ്, നമ്മൾ ഈ കൺവെർട്ടർ ബോർഡ് പരമാവധി ആ ബാറ്ററി അതിൽ നിന്ന് ചാർജ് എടുത്ത് വർക്കാവും. അപ്പോൾ പിന്നെ നമ്മളെ ബാറ്ററി ചാർജ് ആവാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതുപോലെ ഒരു ചാർജ് കൺട്രോളർ വഴി ഉപയോഗിക്കാൻ പറഞ്ഞത്. പ്ലഗ് ടോപ്പ് അപ്പോൾ ഇൻവെർട്ടർ ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ടൈപ്പ് ബാറ്ററി മാത്രമല്ല, നമ്മളെ ലെഡ് ആസിഡ് ബാറ്ററിയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ കൺവെർട്ടർ ബോർഡ് ഓൺ ആയിട്ടുണ്ട്. നമ്മൾ ഇത് 5 വാട്ടിൻ്റെ ബൾബാണ് ഞാൻ ഇപ്പം കൊടുത്തിട്ടിരിക്കുന്നത്. ഒരു ബൾബേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 5 വാട്ടിൻ്റെ ആണെങ്കിൽ ഏകദേശം 10-12 ബൾബ് നമുക്കിതിൽ കൊടുക്കാൻ പറ്റും. ലിഥിയം ബാറ്ററി പാക്കിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ ലിഥിയം ബാറ്ററി പാക്ക് നമ്മൾ ചെയ്തത് ഏകദേശം ഒരു 750 രൂപയ്ക്ക് താഴെയാണ് നമ്മൾ ആ ഒരു പ്രൈസ് വരുന്നത്. കാര്യം ഞാൻ ഈ ഒരു സോളാർ ചാർജ് കൺട്രോളറിൽ കൊടുത്ത് സോളാർ പാനലും കൂടെ കൊടുത്ത് കാണിച്ചു തരാം. അതിൽ ഇതുപോലൊരു ബാറ്ററി ചാർജ് ആവാൻ 50 വാട്ട്സിൻ്റെ അല്ലെങ്കിൽ 60 വാട്ട്സിൻ്റെയൊക്കെ സോളാർ പാനൽ മതിയാവും. അപ്പോൾ നമ്മൾ ബാറ്ററിയിലെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ബാറ്ററിയിലെ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ ചാർജ് കൺട്രോളറിൽ നെഗറ്റീവും പോസിറ്റീവിലും കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ബാറ്ററിയുടെ കണക്ഷനാണ് ചാർജ് കൺട്രോളറിൽ കൊടുക്കേണ്ടത്. അവിടെ പോസിറ്റീവും നെഗറ്റീവും കാണാം, അത് മാറിപ്പോവാതെ കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കാണുന്ന ഇതാണ് നമ്മൾ ലോഡ് കൊടുക്കേണ്ട ഭാഗം. അതായത് നമ്മൾ ഇൻവെർട്ടർ നമ്മൾ ഈ ഒരു ഭാഗത്താണ് കൊടുക്കുന്ന ഭാഗം 12 വോൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. DC 12 വോൾട്ട്. ബോർഡിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോവാതെ കൊടുക്കണം. സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ബട്ടൺ ഓണാക്കിയാൽ മാത്രമേ ഇത് വർക്കാവൂ. അപ്പോൾ ഓണാക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തൊരു ബൾബിൻ്റെ ഒരു ചിഹ്നം വരും. അപ്പോഴാണ് നമ്മൾ ഈ ലോഡ് ഓണായി എന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇൻവെർട്ടറിന് ഓൺ. അപ്പോൾ ഇൻവെർട്ടർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി വോൾട്ട് 12 വോൾട്ട് കാണാം. അപ്പോൾ ഞാൻ ഈ ഒരു ബാറ്ററി പാക്കിൽ കൊടുത്തിരിക്കുന്നത് 12.6ൻ്റെ BMS ബോർഡാണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാറ്ററി ഫുള്ളാണ്. അപ്പോൾ നമുക്ക് ലോഡൊന്ന് കൊടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ലോഡ് ഈ ഒരു പ്ലഗ് വഴി കൊടുത്താൽ മതി. അപ്പോൾ ഓണായിട്ടുണ്ട്. ഇവിടെ 5 വാട്ട്സിൻ്റെ ഒരു ബൾബ് ഞാൻ ഇവിടെ ഓണാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചാർജ് കൺട്രോളറിൽ 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിനി സോളാറും കൂടെ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു ബാറ്ററി പാക്ക് ചാർജ് ചെയ്യാൻ 50ൻ്റെ 60 വാട്ട്സിൻ്റെയൊക്കെ സോളാർ പാനൽ കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിലൊരു 100 വാട്ട്സിൻ്റെ സോളാർ പാനലാണ് കൊടുക്കുന്നത്. അപ്പോൾ സോളാർ പാനൽ കൊടുക്കുന്നത് ഇവിടെ കാണാം. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. സോളാർ പാനലിൻ്റെ ആ ഒരു അടയാളം ചിഹ്നമുണ്ട്. അപ്പോൾ ഇൻവെർട്ടർ ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലൊരു 100 വാട്ട്സിൻ്റെ സോളാർ പാനലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇത് അവിടെ ഇരിപ്പുണ്ട് ആ ഒരു പാനൽ. അപ്പോൾ ഈ ഒരു ബാറ്ററി ചാർജ് ആവാൻ നമുക്ക് 50 വാട്ട്സിൻ്റെ 60 വാട്ട്സിൻ്റെയൊക്കെ സോളാർ പാനൽ മതി. അപ്പോൾ സോളാർ പാനൽ കൊടുത്തപ്പോൾ ചാർജ് ആകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കൊരു 5 വാട്ട്സിൻ്റെ 5 ബൾബ് കണക്ട് ചെയ്ത് കാണിച്ചു തരാം.
അപ്പോൾ എൻ്റെ കയ്യിലൊരു 4 ബൾബേ ഉള്ളൂ. അപ്പോൾ ഇത് 5 വാട്ട്സിൻ്റെയാണ്. 5 വാട്ട്സിൻ്റെ 4 ബൾബ് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ 5 വാട്ട്സിൻ്റെ ബൾബാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ ഒരു 10 ബൾബിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. 10 ബൾബിൽ കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ബാറ്ററി വോൾട്ട് 11.8 ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു കൺവെർട്ടറും നമുക്ക് ഇതുപോലൊരു ചെറിയൊരു ബാറ്ററി പാക്കും ഈ ഒരു ചാർജ് കൺട്രോളറും ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ നമുക്ക് തട്ടുകടയ്ക്കോ അല്ലെങ്കിൽ വഴിയോരങ്ങളിലൊക്കെ കച്ചവടം ചെയ്യണം, സ്ഥിരമായിട്ട് കച്ചവടം ചെയ്യുന്ന ചെറിയ പെട്ടിക്കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇതുപോലെ ഒരു ചാർജ് കൺട്രോളറും ഈ ഒരു കൺവെർട്ടറും ബാറ്ററിയൊക്കെ വെച്ച് അവരെ അത്യാവശ്യത്തിന് പകൽ DC ഫാനൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാം. പിന്നെ നമുക്ക് രാത്രി നല്ല രീതിയിൽ ഈ ഒരു ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഈ ബാറ്ററി ചാർജ് നിൽക്കും. അപ്പോൾ ഇതുപോലൊരു ബാറ്ററി ഉണ്ടെങ്കിൽ രാത്രി പകലും ഒക്കെ അവരൊക്കെ ഉപയോഗിക്കാം. ഒരു സോളാർ പാനലിനോട് കൊടുത്തു കഴിഞ്ഞാൽ DC ഫാനൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു കൺവെർട്ടറിൻ്റെ വില ഏകദേശം 500 രൂപയ്ക്കകത്താണ്. അപ്പോൾ ബാറ്ററി പാക്ക് ചെയ്ത് എനിക്ക് ചിലവായ പൈസ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 750 രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു ബാറ്ററി പാക്ക് ചെയ്ത് എനിക്ക് ചിലവായത്. അപ്പോൾ ഈ ഒരു ചാർജ് കൺട്രോളറിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലൈനിൽ ഉണ്ട്. പല വിലയ്ക്കുള്ള ചാർജ് കൺട്രോളറുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലത് നോക്കി മേടിക്കുക. അപ്പോൾ 5 വാട്ട്സിൻ്റെ ആണെങ്കിൽ നല്ല വെട്ടമുള്ള ബൾബാണ്. അപ്പോൾ 7 വാട്ട്സിൻ്റെ 10 വാട്ട്സിൻ്റെയൊക്കെ ബൾബ് കൊടുക്കാൻ പറ്റും. അപ്പം വാട്ട്സ് കൂടുന്തോറും ബൾബിൻ്റെ എണ്ണത്തിൽ കുറവ് വരും. അപ്പോൾ ഈ ചെറിയൊരു കണക്ഷനിൽ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.